നമസ്കാരം. ആൾക്കൂട്ടത്തിന്റെ ഭാഗമാവാൻ ഒരു കരുത്തും ആവശ്യമില്ല. എന്നാൽ തനിച്ചു നിൽക്കാൻ കരുത്ത് ആവശ്യമാണ്. എല്ലാവർക്കും നല്ലൊരു വ്യാഴാഴ്ച നേരുന്നു. സ്നേഹയ്ക്ക് ടാറ്റു കുത്തുന്ന സ്വഭാവമുണ്ടായിരുന്നു. കയ്യിലും കഴുത്തിലും എല്ലാം ടാറ്റു. എടി, ഈ ടാറ്റു സൂപ്പർ ആണല്ലോ. പിന്നല്ല, ഒരു ടാറ്റു കൂടെ കുത്തണം. എങ്കിൽ പിന്നെ നമ്മൾ ബാംഗ്ലൂർ പോകില്ലേ, അപ്പൊ കുത്തിയാ പോരെ? ഒരു സുഹൃത്ത് ചോദിച്ചു. അതിനായി യക്ഷി മാഡം സമ്മതിച്ചിട്ട് വേണ്ടേ? എവിടെ പോയാലും ഫോളോ ചെയ്ത് വരും. സ്നേഹേ, നീ അതോർത്ത് ടെൻഷൻ ആവണ്ട. നമ്മളില്ലേ കൂടെ, നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഡൺ. ബാംഗ്ലൂരിൽ ഐവിക്ക് പോയതാണ് സ്നേഹയും കൂട്ടരും. കുറച്ചൊരു കുസൃതിയൊക്കെ ഉള്ള ടൈപ്പാണ് അവർ. അതുകൊണ്ട് തന്നെ അധ്യാപികയുടെ ഒരു നോട്ടം എപ്പോഴും അവർക്ക് മേലുണ്ട്. നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ ടാറ്റു കുത്താൻ പോണം. ഡി, ഞങ്ങള് യക്ഷി മാഡത്തിന്റെ ശ്രദ്ധ തിരിക്കാം. ആ സമയം കൊണ്ട് സ്നേഹയും നിങ്ങളും ടാറ്റു പാർലറിൽ പോയിക്കോ. അവര് ഓരോന്ന് പ്ലാൻ ചെയ്തു. പ്ലാൻ അനുസരിച്ച് സ്നേഹയും കൂട്ടരും ഒരു ടാറ്റു പാർലറിലെത്തി. ഒരു കൊച്ചു കുടിൽ ഇത്തിരി അകത്തോട്ട് പോണം. പോകുന്ന വഴിയോ വൃത്തിഹീനം. അയ്യേ, ഇവിടെ നിന്ന് കുത്തണ്ട. അതെന്താ സ്നേഹേ? എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. നല്ല റിവ്യൂ ആണ് ഗൂഗിളില്. എന്നാലും ഇതൊന്നും അല്ല, അവൾക്ക് പേടിയായതുകൊണ്ടാ. പേടിയോ? എനിക്കോ? എങ്കിൽ ഈ ടാറ്റു ഒക്കെ ഞാൻ കുത്തുവോ? സ്നേഹ ചോദിച്ചു. നീ അവിടെ കിടന്ന് കൂവി വിളിച്ചു കാണും. വെറുതെ നമ്മുടെ സമയം കളഞ്ഞു. നമുക്ക് പോവാം. അവളും ഒരു ടാറ്റു. ഹേയ് വെയിറ്റ്, പിടങ്ങണ്ട, ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. അങ്ങനെ സ്നേഹ മനസ്സില്ലാ മനസ്സോടെ ടാറ്റു കുത്തി. ഐവി കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി. 1 മാസം കടന്നുപോയി. അന്ന് ടാറ്റു കുത്തിയതിനു ശേഷം സ്നേഹയ്ക്ക് എന്നും പനിയും ചുമയും ഒക്കെയാണ്. എപ്പോഴും ക്ഷീണം. ഒന്നിനും ഒരു ഉന്മേഷമില്ല. സ്നേഹേ, നീ ഇപ്പൊ ഭയങ്കര ബോറാ കേട്ടോ. ഒന്നിനും ഒരു താല്പര്യമില്ല. സ്നേഹ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പനി കൂടി സ്നേഹ ആശുപത്രിയിലായി. ഡോക്ടർമാർ പല ടെസ്റ്റുകളും ചെയ്തു. ഒടുവിൽ റിസൾട്ട് വന്നു. HIV പോസിറ്റീവ്. സ്നേഹ തളർന്നുപോയി. അവൾ ഒരാഴ്ച കഴിഞ്ഞ് കോളേജിലെത്തി. ആകെ ഒരു മാറ്റം. അവൾ വരാൻ കാത്തിരിക്കുന്ന അവളുടെ സുഹൃത്തുക്കൾ അവളെ കണ്ടതും ഒന്ന് പരുങ്ങി. അവർ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്നേഹ സീറ്റിൽ വന്നിരുന്നു. അവളുടെ അടുത്തിരിക്കാൻ പോലും അവർ തയ്യാറായില്ല. സോറി സ്നേഹ, വീട്ടിൽ നിന്ന് പറഞ്ഞതുകൊണ്ടാ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സ്നേഹ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. അവൾ അലറിക്കരഞ്ഞു. പുറകിൽ നിന്ന് ഒരാൾ അവളെ സ്പർശിച്ചു. അവൾ പരിഹസിച്ച് വിളിക്കുന്ന യക്ഷി മാഡം. മോളെ, സാരമില്ല, നീ ധൈര്യമായിട്ടിരിക്കും. നിന്റെ കൂടെ ഞാനുണ്ട്. സ്നേഹ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നീ ഒറ്റപ്പെട്ടു പോയാൽ ആ ഒറ്റപ്പെടൽ തരണം ചെയ്യാനുള്ള കരുത്ത് നീ തന്നെയാണ് നേടിയെടുക്കാനുള്ളത്. നീ പഠിക്കാനല്ലേ വന്നത്? ചെല്ല്, ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കും. ഇത് നിന്റെ പോരാട്ടമാണ്, ഒറ്റയ്ക്കുള്ള നിന്റെ മാത്രം പോരാട്ടം. ഇവിടെ വിജയിച്ചാൽ ജീവിതത്തിലും നീ വിജയിക്കും. അവൾ കണ്ണുനീർ തുടച്ച് ക്ലാസ്സിലേക്ക് നടന്നു. ഫസ്റ്റ് ബെഞ്ചിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ അവൾ ഇരുന്നു. തനിച്ചു തന്നെ പോരാടാൻ അവൾ തീരുമാനിച്ചിരുന്നു. എല്ലാവർക്കും നല്ലൊരു വ്യാഴാഴ്ച നേരുന്നു. ശുഭദിനം.